അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇഫ് വർക്ക് ചെയ്യുന്നത് കണ്ടു. അതായത് ഇഫ് നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 1 ലെസ് ദാൻ ഒരു കണ്ടീഷൻ ആണ്. എന്നിട്ട് നമ്മളിവിടെ ഇതിനകത്തൊരു കോഡ് എഴുതി കഴിഞ്ഞാൽ ഈ കോഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ കണ്ടീഷൻ ശരിയാണ്. നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇതൊരു പ്രാവശ്യം വർക്ക് ചെയ്യും. അങ്ങനെയാണ് നമുക്കറിയാം. ഈ കണ്ടീഷൻ ഇങ്ങനെ കൊടുക്കണമെന്നില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇഫിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇഫ് ഈ ഒരു കണ്ടീഷൻ ഇത് ശരിയാണെങ്കിൽ ഇവിടെ ഇൻഡന്റേഷൻ ഇട്ടിട്ടുള്ള കോഡ് വർക്ക് ഒറ്റ പ്രാവശ്യം. ഇഫ് പോലെ തന്നെ വേറൊരാളെ കാണിച്ചു തരാം. ആളെ പേരാണ് വൈൽ. ഇവിടെ വൈൽ എന്ന് കൊടുക്കണം, ഇഫിന് പകരം വൈൽ എന്ന് കൊടുക്കണം. എന്നിട്ട് കണ്ടീഷൻ കോഡ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇഫിനെ പോലെ തന്നെ വർക്ക് ചെയ്യും കേട്ടോ. വീണ്ടും ചെക്ക് ചെയ്യും, വീണ്ടും ശരിയാണ് വീണ്ടും വർക്ക് ചെയ്യും, വീണ്ടും ചെക്ക് ചെയ്യും, വീണ്ടും വർക്ക് ചെയ്യും. ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് നിൽക്കും. ഇഫ് ആകുമ്പം ഒറ്റ പ്രാവശ്യം മാത്രമേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഈ കണ്ടീഷൻ തെറ്റാണ് വരെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ടീഷൻ തെറ്റാണെങ്കിലോ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? ഇഫ് 1 > 2 കൊടുത്താണ്, എന്നിട്ട് റൺ ചെയ്യാണ്. റൺ ചെയ്താൽ ഒന്നും വരില്ല. ഇതിപ്പോൾ ഇഫ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇഫിൻ്റെ അകത്ത് കണ്ടീഷൻ തെറ്റാണെങ്കിൽ സാധനം വർക്ക് ചെയ്യില്ല, നമുക്കറിയാം. അതേമാതിരി തന്നെയാണ് വൈലിലും, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ശരിയായി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഒരു പ്രാവശ്യമല്ല, ആദ്യം വർക്ക് ചെയ്യും, പിന്നെയും ചെക്ക് ചെയ്യും, പിന്നെയും വർക്ക് ചെയ്യും, പിന്നെയും ചെക്ക് ചെയ്യും. ഇതിങ്ങനെ ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഗ്രാം ഇങ്ങനെ കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഹലോ 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 എന്നുണ്ട്. നമ്മളെ കമ്പ്യൂട്ടർ ചാവണ വരെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സാധനമാണ് വൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ എങ്ങനെയാലും തെറ്റണമല്ലോ. ഇതിപ്പോൾ ഇവിടെ 1 ലെസ് ദാൻ 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ജീവിതത്തിൽ ഒരിക്കലും തെറ്റാൻ പോകുന്നില്ല. അപ്പോൾ തെറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ പുറത്തൊരു വാരിയബിൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് i = 0 കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ എന്താ പറയുകയാണ്? i ലെസ് ദാൻ 5 പറയുകയാണ്. എന്നിട്ട് ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഹലോ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഐൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ള ഐൻ്റെ വാല്യൂവിൻ്റെ കൂടെ 1 കൂട്ടാം. ഇത് മാത്തമാറ്റിക്കലൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ലോജിക്ക് ഇല്ലാത്ത പോലെ തോന്നും. പ്രോഗ്രാമിങ്ങിന് പെർഫെക്റ്റ്ലി വാലിഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോൾ ഉള്ള വാല്യൂവിൻ്റെ കൂടെ 1 കൂട്ടും. അപ്പോൾ എന്താ നടക്കുക എന്നുള്ള പറഞ്ഞുതരാം. ഇനീഷ്യലി അതിൻ്റെ വാല്യൂ എത്ര? 0 ആണ്. അപ്പോൾ 0 ലെസ് ദാൻ 5 ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? i = i+1. അതിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 0. 0 + 1 എത്രയാണ്? 1. അപ്പോൾ അതിൻ്റെ വാല്യൂ 1 ആയി. 1 ഇവിടെ വന്ന് വീണ്ടും ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ 5 അതും ശരിയാണ്. അപ്പോൾ എന്താ? ഹലോ വരും, അതിൻ്റെ വാല്യൂ 2 ആവും. 2 ലെസ് ദാൻ 5 ഹലോ വരും, 2 3 ആവും. 3 ലെസ് ദാൻ 5 ഹലോ വരും, 3 4 ആവും. 4 ലെസ് ദാൻ 5 ഹലോ വരും, 4 എന്താവും? 5 ആവും. 5 ലെസ് ദാൻ 5 5 5-നേക്കാളും ചെറുതാണോ? ഒരിക്കലല്ല, 5 5-നേക്കാളും ചെറുതല്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് പരിപാടി നിർത്തും. ഇതിപ്പോൾ എന്താ സംഭവിക്കുക? നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, 5 പ്രാവശ്യം ഇവിടെ ഹലോ എന്ന് വന്നിട്ടുണ്ട്. 1 2 3 4 5 പ്രാവശ്യം. അപ്പം ജസ്റ്റ് ഇഫിനെ പോലെ തന്നെയാണ്. ആകെ വ്യത്യാസം എന്താ? ഈ കണ്ടീഷൻ ശരിയായ കാലത്തോളം ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ആ കണ്ടീഷൻ തെറ്റിക്കല് നമ്മുടെ ബാധ്യതയാണ്. ഈ കണ്ടീഷൻ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന വാരിയബിൾ നമ്മൾ കൗണ്ടർ വാരിയബിൾ എന്നൊക്കെ വിളിക്കുക. അതായത് ഇത്ര പ്രാവശ്യം നമ്മളെ ലൂപ്പ് പോയി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയില്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരട്ടെ. ഞാൻ ഇവിടെ ഇപ്പോൾ i പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഉണ്ട് 0 1 2 3 4 വരെ ഉള്ളൂ. അതായത് 0 ആകുമ്പോൾ 0 ലെസ് ദാൻ 5 ശരിയാണ്, 0 പ്രിന്റ് ചെയ്യും. 0 + 1 1 ആവും, i 1 ആവും. 1 ലെസ് ദാൻ 5 1 പ്രിന്റ് ചെയ്യും. 2 ആവും, 3 ആവും, 4 ആവും. 4 + 1 5 ആവും. 5 ആയി കഴിഞ്ഞാൽ 5 ലെസ് ദാൻ 5 തെറ്റും. അവിടെ വെച്ചിട്ട് തെറ്റും. തെറ്റി കഴിഞ്ഞാൽ എന്താ? തെറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ബോഡിയിലേക്ക് വരില്ല. ബാക്കി എന്താണ് കോഡിൽ. ഇപ്പോൾ ഞാൻ ഇവിടെ തേങ്ങ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു തേങ്ങയിലേക്ക് എത്തും. അപ്പോൾ ഈഫിനെ പോലെ തന്നെയാണ്. കണ്ടീഷൻ ഉണ്ട്, പക്ഷെ പ്രത്യേകത എന്താ? കണ്ടീഷൻ ശരിയായ കാലത്തോളം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ തെറ്റിക്കല് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇത് വേണമെങ്കിൽ 500 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 500 വട്ടം 0 to 499 ഈ സാധനം റൺ ആവും. റൺ ആയിട്ടുണ്ട്. ഇപ്പോൾ 5000 ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, സാധനം റൺ ആയിക്കോളും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ലെസ് ദാൻ 10 കൊടുക്കുകയാണ്. അപ്പോൾ 0 to 9 വരുള്ളൂ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 1 മുതൽ 10 വരെ ആക്കണമെന്നുണ്ടെങ്കിൽ i = 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇതിന്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ വാല്യൂ ഇനീഷ്യലി 1 ആയിരിക്കും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ശരിയാണ്. 2 ആവും, 3 ആവും, 4 ആവും, 5 ആവും, 6 ആവും, അങ്ങനെ 9 ആവും. 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 9ഉം പ്രിന്റ് ചെയ്യും. 10 ആവും. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അത് ശരിയല്ലേ? കാര്യം എന്താ? 10 10ന് ഈക്വൽ അല്ലേ? അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടല്ലോ. അപ്പോൾ 10 ആവും, 10ഉം പ്രിന്റ് ചെയ്യും. 11 ആവും. 11 ആയി കഴിഞ്ഞാൽ 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 11 10നേക്കാൾ ചെറുതാണോ? ഈക്വൽ ആണോ? രണ്ടും അല്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് നിർത്തും. ഇപ്പോൾ 1 മുതൽ 10 വരെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എക്സ്ട്രാ ആയിട്ട് 2 കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഇത് പെട്ടെന്ന് ഇവിടെ നിർത്തണം എന്ന് വിചാരിച്ചു. അതായത് നമുക്ക് ഇത് 5 ആയി കഴിഞ്ഞാൽ നിർത്തണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണേ? ഇവിടെ ഈഫ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് പറയാണ് i 5 ആയിട്ടുണ്ടെങ്കിൽ എന്നിട്ടൊന്ന് ആ ഈഫിന്റെ ഉള്ളിൽ ഒരു ബ്രേക്ക് എന്ന് കൊടുക്കുകയാണ്. ബ്രേക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ബ്രേക്ക് കണ്ട അവിടെ വെച്ച് ബ്രേക്ക് പിടിക്കും. അതായത് ലൂപ്പ് നിന്ന് പുറത്തേക്ക് പോകും. അതായത് ലൂപ്പ് അവിടെ വെച്ച് നോക്കും. കണ്ടോ? അപ്പൊ ഇവിടെ 5 എത്തിയപ്പോൾ തന്നെ സാധനം എന്തായി? നിർത്തിയിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? ഒന്നുമില്ല.
1 പ്രിന്റ് ചെയ്യും, 2 പ്രിന്റ് ചെയ്യും, 3 പ്രിന്റ് ചെയ്യും, അങ്ങനെ ഐ 5 ആകുമ്പം 5 പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ, ഐ ഈക്വൽ 5 ഈക്വൽ അതിൻ്റെ വാല്യൂ ഇപ്പം 5 ആണ്, അപ്പം 5 ഈക്വൽ എല്ലാം ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയ ബ്രേക്ക് കണ്ടാൽ പിന്നെ എന്താ, പിന്നെ ഒന്നുമില്ല, ചോദ്യം പറിച്ചൊന്നുമില്ല, അങ്ങ് പുറത്തിറങ്ങും ലൂപ്പിൻ്റെ. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക് ആദ്യത്തെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിങ്ങൾ കോഡ് തന്നെ ഒരു മങ്ങിപ്പോയാൽ കാണാം. എന്താണെന്ന് വെച്ചാൽ ഈ കോഡിന് വർക്കില്ല എന്നാണ്, അൺറീച്ചബിൾ കോഡ്, ഡെഡ് കോഡ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ലൂപ്പൊന്നും വർക്കില്ല, കാര്യം എന്താ, ബ്രേക്ക് ഉണ്ട്. അപ്പം ബ്രേക്ക് കണ്ടാൽ അവിടെ വെച്ച് പരിപാടി നിർത്തി. അതാണ് എന്ത്, ബ്രേക്ക് എന്നുള്ളത്. ഇതിന് നമ്മൾ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മൾ ഒരു ലൂപ്പിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ ബ്രേക്ക്. ബ്രേക്ക് പോലെ തന്നെ വേറൊരു സാധനമുണ്ട്, കണ്ടിന്യൂ കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാനിവിടെ പ്രിന്റിങ്ങിന്റെ രീതി ചെറുതായിട്ടൊന്ന് മാറ്റാം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, കണ്ടിന്യൂ പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അധികം ആലോചിക്കൊന്നും വേണ്ട. എന്നിട്ട് ഐ 0 കൊടുക്കുകയാണ്. 0 എന്നാണ് തുടങ്ങുന്നത്. നമുക്കൊന്ന് കോഡ് റൺ ചെയ്ത് നോക്കാം. ഇവിടെ എന്താ സംഭവിച്ചത്, 1 2 3 4 5 6 7 8 9 10 11 വരെ പ്രിന്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്നുമില്ല. അതിൻ്റെ വാല്യൂ 0 ആണ്, 0 > 10 ശരിയാണ്. അതിൻ്റെ വാല്യൂ 1 ആവും, 1 ആയതിനു ശേഷമാണ് പ്രിന്റ് ചെയ്യുക. അതായത് അതിൻ്റെ വാല്യൂ 1 കൂട്ടിയതിന് ശേഷമാണ് പ്രിന്റ് ചെയ്യുക. അങ്ങനെ 10 വരെ എത്തിന്ന് വിചാരിച്ചു. 10 > 10 ശരിയാണ്, അതിൻ്റെ വാല്യൂ 11 ആവും. 11 ആയിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ 1 മുതൽ 11 വരെയാണ് ഈ കോഡ് പ്രിന്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നൊന്നുമില്ല. നമ്മൾ കൂട്ടിയതിന് ശേഷമാണ് പ്രിന്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ > കൊടുക്കേണ്ട ആവശ്യമില്ല, ലെസ് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ 9 വരെ അതിൻ്റെ വാല്യൂ പോവുള്ളൂ. എന്നിട്ട് അതിൻ്റെ വാല്യൂ 9 ആകുമ്പോൾ പ്രിന്റ് ചെയ്യുക 10 ആണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ലൂപ്പ് അവിടെ നിൽക്കും. കാര്യം എന്താ, അതിൻ്റെ വാല്യൂ പിന്നെ 10 ആയി കഴിഞ്ഞാൽ 10 < 10 ശരിയല്ലല്ലോ. ഇത് ഞാൻ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി ഞാൻ ഒന്നുകൂടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള പ്രോഗ്രാമിനായിട്ട് മാറി. ആകെ വ്യത്യാസം എന്താ, പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്രിമെന്റ് ചെയ്യണത്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഞാനിപ്പോൾ ഈ ഒരു സർക്കസ് ഒക്കെ കളിച്ച് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു സാധനം പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇവിടെ ഒരു ഇഫ് കൊടുക്കുകയാണ്. എന്നിട്ട് ഐ ഈക്വൽ 5 എന്ന് കൊടുക്കുകയാണ്, കണ്ടിന്യൂ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, കണ്ടിന്യൂ. അപ്പം ഞാൻ എന്നിട്ട് ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ 1 മുതൽ 10 വരെ വന്നിട്ടുണ്ട്. പക്ഷെ എന്തോ കുഴപ്പമുണ്ടല്ലോ. 1 2 3 4 5 ഇല്ല. 5 എവിടെ? അതാണ് കണ്ടിന്യൂ എന്നുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ പ്രോഗ്രാം ആ ലൂപ്പിന്റെ താഴോട്ടുള്ള സാധനങ്ങൾ, അതായത് കണ്ടിന്യൂക്ക് ശേഷമുള്ള സാധനങ്ങളൊന്നും നോക്കില്ല, നേരെ ഇവിടത്തേക്ക് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ തന്നെ. ഇവിടെ എന്താ നടക്കണമെന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ 0 ആണ്, 0 < 10 ശരിയാണ്. 0 10 ചെറുതല്ലേ. ഐ ഈക്വൽ ടു I+1. അപ്പോൾ 0 + 1 എന്ന് വെച്ചാൽ 1 ആയി. അപ്പോൾ 1 = 5 ആണോ? അല്ല. അപ്പോൾ 1 പ്രിന്റ് ചെയ്യും, 2 പ്രിന്റ് ചെയ്യും, 3 പ്രിന്റ് ചെയ്യും, 4 പ്രിന്റ് ചെയ്യും. അപ്പോൾ 4 ആയ സമയത്ത് നമുക്ക് നോക്കാം എന്താ നടക്കണം. 4 < 10 ശരിയാണോ? ശരിയാണ്. അപ്പോൾ I = I+1. അപ്പം I = എന്തായി, 4 + 1 5 ആയി. I = 5 ആണെങ്കിൽ കണ്ടിന്യൂ ആണ്. അതായത് അതിന്റെ വാല്യൂ ഇപ്പം 5 ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ട്രൂ ആവും. ട്രൂ ആയി കഴിഞ്ഞാൽ കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂ ഉണ്ടാൽ പിന്നെ ഈ പ്രിന്റ് വർക്ക് ചെയ്യില്ല, നേരെ അടുത്ത ഇറ്ററേഷനിലേക്ക് പോയി. 5 < 10 I 6 ആയി. 6 അപ്പോൾ 5 എന്നുള്ള സാധനത്തിന് എന്തായി, സ്കിപ്പായി പോയി. അപ്പോൾ ഈ കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ പ്രോഗ്രാം എന്ത് ചെയ്യും, അതിന് താഴോട്ടുള്ള ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ എന്ത് ചെയ്തത്, ഈ ഒരു കോഡ് ചെറുതായിട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് ഇൻക്രിമെന്റ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തത്. അപ്പോൾ ഞാൻ ഇൻക്രിമെന്റ് സ്റ്റാർട്ടിങ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ഉപയോഗിക്കുമ്പോൾ ചിലപ്പം ഈ സാധനം എന്താവും, ഇൻഫിനിറ്റി ലൂപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കാണിച്ചാൽ ഞാനിപ്പോൾ ഈ സാധനം ഇവിടെ വെച്ചിട്ട് ഒന്ന് നമ്മളെ പഴയ കോഡ് തന്നെ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അതായത് ഞാൻ ഇവിടെ വന്നിട്ട് ഇഫ് I = 5 കണ്ടിന്യൂ, ഈ കോഡ് റൺ ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ ഇനീഷ്യലി 1 ആയിരിക്കും. 1 < 10 ശരിയാണ്. അപ്പോൾ if വർക്ക് ചെയ്യില്ല എന്ന് വെച്ചാൽ I = 5, 1 = 5 ആണോ? അല്ല, അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. അങ്ങനെ 1 2 3 4 ഓക്കെ, 4 ആയാലും കുഴപ്പമില്ല. 4 = 5 അല്ല, 4 പ്രിന്റ് ചെയ്യും, 5 ആവും. അപ്പോൾ 5 < 5 ശരിയല്ലേ? ആണ്. 5 = 5, 5 ഈക്വൽ അല്ലേ? ആണ്. അപ്പോൾ കണ്ടിന്യൂ. വീണ്ടും 5 ഈ സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് അതിൻ്റെ വാല്യൂ 5 ആയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ വർക്കാവും. ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യും, വീണ്ടും കണ്ടിന്യൂ ആവും. എന്താ വെച്ചാൽ 5 എന്നുള്ള ഈ താഴത്തോട്ടേക്ക് പിന്നെ പോവുകയില്ല. അപ്പോൾ കണ്ടിന്യൂ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രോഗ്രാം ഇങ്ങനെ ലൂപ്പിൽ പെട്ടുള്ള ചാൻസ് ആണ്. കേട്ടോ, 4 കഴിഞ്ഞിട്ട് പ്രോഗ്രാം അവിടെ ചെക്കായി നിൽക്കുകയാണ്. അതിൻ്റെ റീസൺ എന്താ, നമ്മൾ ഈ ഒരു കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ താഴത്തോട്ടുള്ള സാധനം ഒന്നും വർക്കില്ല. അതുകൊണ്ട് തന്നെ ഇൻക്രിമെന്റും വർക്കില്ല. അതുകൊണ്ട് ഈ 5 എന്നുള്ള വാല്യൂമ്പോൾ തന്നെ അതിൻ്റെ വാല്യൂ സ്റ്റെക്കാണ്. അപ്പോൾ ഈ ലൂപ്പ് അതേപോലെ തന്നെ എന്തായി, അവിടെ സ്റ്റെക്കായി പോയി. അപ്പോൾ അതാണ് ബേസിക്കലി ബ്രേക്കും കണ്ടിന്യൂ. അപ്പോൾ ഈ ബ്രേക്കും കണ്ടിന്യൂ നമുക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ ഞാനിവിടെ നമ്മൾ നേരത്തെ പ്രോഗ്രാം തന്നെ ഒന്ന് ആക്കാം കേട്ടോ. നമ്മൾ ബ്രേക്കുള്ള പ്രോഗ്രാം തന്നെ ഒന്ന് ആക്കാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ സാധാ വൈൽ ലൂപ്പ് ഉണ്ട്. ഈ വൈൽ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്കറിയാം. ഈ വൈൽ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 എത്തുമ്പോൾ പൊട്ടും. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ 5 എത്തുമ്പോൾ അവിടെ വെച്ച് പരിപാടി നടത്തുന്നുണ്ട്. ഓക്കെ,
ഈ വൈലിൽ എന്താണ് ഒരു എൽസ് കൊടുക്കാണ്. എന്നിട്ട് ആ എൽസിൻ്റെ അകത്ത് പ്രിന്റ് ഡൺ കൊടുക്കാണ്. എന്നിട്ട് ഞാനൊന്ന് റൺ ചെയ്ത് നോക്കാണ്. 1 2 3 4 5 വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈഫിന്റെ കൂടെ എൽസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ വൈലിന്റെ കൂടെ എന്തിനാ എൽസ്? കുറച്ചൊരു കോംപ്ലിക്കേഷൻ ആണ്. പക്ഷെ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രേക്ക് കണ്ടിന്യൂ പോലത്തെ സാധനം വരാണ്ട് ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ആവും. നിങ്ങൾ വിചാരിക്കേണ്ട വൈല് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എൽസ് വർക്ക് ചെയ്യും, അങ്ങനത്തെ ഒരു മീനിങ്ങിലല്ല. അതായത് നമ്മൾ ഇഫിന്റെ കൂടെ ആണെങ്കിൽ ഇഫിന്റെ കണ്ടീഷൻ എന്നിട്ട് അത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലാണ് എൽസ് പാർട്ട് വർക്ക് ചെയ്യാന്നായിരുന്നു നമ്മൾ കൺസെപ്റ്റ്. പക്ഷെ വൈലിന്റെ കൂടെ എൽസ് അങ്ങനെയല്ല. വൈലിന്റെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ എവിടെ ഈ ബ്രേക്ക് ഒന്നും കോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പർ എക്സിക്യൂഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എൽസ് വർക്ക് ചെയ്യും. ഇവിടുത്തെ കേസിൽ പ്രോപ്പർ എക്സിക്യൂഷൻ ആണോ? അല്ല. കാര്യം എന്താ? ഐന്റെ വാല്യൂ 5 ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള എക്സിക്യൂഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഈ എൽസ് പാർട്ട് വർക്ക് ചെയ്യില്ല. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ എൽസ് പാർട്ട് വർക്ക് ചെയ്യില്ല. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ബ്രേക്ക് അങ്ങോട്ട് ഒഴിവാക്കാണേ. എന്നിട്ട് ഞാൻ റൺ ചെയ്ത് നോക്കാണേ. അപ്പോൾ കണ്ടോ 1 മുതൽ 10 വരെ വന്നിട്ടുണ്ട്, ഡണ്ണും വന്നിട്ടുണ്ട്, എൽസ് പാർട്ടും വർക്ക് ചെയ്ത്. അപ്പോൾ വയലിനെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? എൽസും വേണമെങ്കിൽ ഉപയോഗിക്കാം. മീനിങ് എന്താ വെച്ചാൽ നമ്മളെ വയലിലെ ബോർഡിൽ എവിടെയെങ്കിലും നമ്മൾ ബ്രേക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ബ്രേക്ക് കോൾ ആയിട്ടുണ്ടെങ്കിൽ ഈ എൽസ് പാർട്ട് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ എൽസ് പാർട്ട് വർക്ക് ആവും. അപ്പോൾ നമ്മൾ വൈൽ ലൂപ്പ് പറഞ്ഞു ഇഫിനെ പോലെ തന്നെയാണ്. കണ്ടീഷൻ ഉണ്ടാവും. കണ്ടീഷന് തെറ്റണ കാലത്തോളം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റിക്കൽ നമ്മുടെ കടമയാണ്. തെറ്റിയിട്ടില്ലെങ്കിൽ ഈ പ്രോഗ്രാം ഇങ്ങനെ ലൂപ്പിൽ സ്റ്റക്കായി നിൽക്കും. പിന്നെ വൈലിൻ്റെ കൂടെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് കണ്ടിന്യൂ ഉണ്ട്. ബ്രേക്ക് കണ്ടാൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. കണ്ടിന്യൂ കണ്ടാൽ അടുത്ത ഇറ്ററേഷനിലേക്ക് പോകും, അതായത് അടുത്ത ചെക്കിങ്ങിലേക്ക് പോകും. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുന്നത് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ എറർ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ പ്രോഗ്രാമിൽ ലൂപ്പ് പെടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ വൈലിലെ കൂടെ നമുക്ക് എൽസ് കൊടുക്കും. ഇത് പൈത്തണിൽ മാത്രമുള്ള ഒരു ഫീച്ചറാണ്. എന്തിനാന്ന് വെച്ചാൽ ലൂപ്പിനകത്ത് ബ്രേക്ക് പോലത്തെ സാധനങ്ങൾ, അതായത് ലൂപ്പ് പ്രോപ്പറായിട്ട് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബ്രേക്ക് ഒന്നും ഇല്ലാണ്ട് പ്രോപ്പറായിട്ട് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എൽസ് പാർട്ടും വർക്ക് ചെയ്യും. ഇനി ബ്രേക്ക് പോലത്തെ എന്തെങ്കിലും സാധനം വന്നിട്ടുണ്ടെങ്കിൽ, ബ്രേക്കോ കണ്ടിന്യൂ പോലത്തെ എന്തെങ്കിലും സാധനം വന്നിട്ടുണ്ടെങ്കിൽ ഈ എൽസ് പാർട്ട് വർക്ക് ചെയ്യില്ല. ഇതാണ് വൈൽ ലൂപ്പ്. അപ്പോൾ ഈ വൈൽ ലൂപ്പ് നമുക്ക് അറേൻ്റെ കൂടെ അഥവാ നമ്മുടെ ലിസ്റ്റിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇൻഡെക്സിങ്ങിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം.